മെന്റലിസം. നോക്കി, ഈ ജോൺ ഡോൺ ബോസ്കോയെ പോലെ ലോകത്ത് കുറേ ഐറ്റംസ് ഉണ്ട്. മാജിക്, മൈൻഡ് റീഡിങ്, ഹിപ്നോട്ടിസം, ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ സാധനം. പക്ഷെ അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അയാളുടെ കൈ തൊട്ടപ്പോൾ എനിക്ക് ഷോക്ക് അടിച്ചടാ. ഞാൻ മുത്തിയപ്പോൾ അച്ഛൻ കൈ മാറ്റിയത് മാജിക്. അതുപോലെ പ്രിയന്റെ ഫോണിന്റെ പാസ്വേഡ് കണ്ടുപിടിച്ചത് മൈൻഡ് റീഡിങ്. എന്നെ ചെയ്തത് ഹിപ്നോട്ടിസത്തിന്റെയും മൈൻഡ് റീഡിങ്ങിന്റെയും ഒരു കോമ്പിനേഷൻ. കൊള്ളാലോ, ഒരു സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടല്ലോ. ഈ മെന്റലിസം പഠിപ്പിക്കുന്ന പോലെ സ്ഥലമുണ്ടോ? നോക്കട്ടെ, എനിക്ക് ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. അതെ, ഇതൊന്നും പഠിച്ചെടുത്താൽ മോനെ സുഹാനിസല്ല, ഐശ്വര്യ റായെ വരെ വളച്ചൊടിച്ച് മടക്കാം. ജോൺ ഡോൺ ബോസ്കോയുടെ യൂട്യൂബ് വീഡിയോ നോക്കി. അച്ഛൻ പറഞ്ഞ വെറുതെ അല്ലല്ലേ, ഇങ്ങനൊരു ഫേമസ് ആണല്ലോ. എന്നെ കാണിച്ച സെയിം ആയിട്ടല്ലേ ഇത്? എന്ത് സ്പാനിഷ് ഫ്ലൈ? ഒരു ഉഗ്ര സാധനം കിട്ടിയുണ്ട്. പ്രിയ നോക്കി, ആ ജോൺ ഡോൺ ബോസ്കോയുടെ മെന്റലിസം വീഡിയോ യൂട്യൂബിൽ സണ്ണി ചേച്ചിയുടെ പുതിയ ക്ലിപ്പ് കിട്ടിയ കാര്യം പറഞ്ഞേ ആണ്. കാണിച്ചേ. അല്ല, നീ അത് ടിവിയിലേക്ക് കണക്ട് ചെയ്ത ബ്ലൂടൂത്ത്. നീ എന്തിനാ ഈ ഗ്ലാസ് റീപ്ലേസ് ചെയ്തേ? ഇത് ഇവിടെ നിന്ന് മാറ്റാൻ ഞാൻ പറഞ്ഞാണല്ലോ. പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലടാ, നീ അത് കണക്ട് ചെയ്യും. എവിടെ ബ്ലൂടൂത്ത്? ഓ, മുഴുവൻ ബ്ലൂ ആണല്ലോ. ഇവളൊറ്റ ഒരു തീർന്ന എന്റെ കല്യാണം കലങ്ങി. അതെന്താ? അത് നീ പറഞ്ഞിട്ടില്ലല്ലോ. എന്ത് കഥയൊക്കെ പിന്നെ പറയാം. നൗ ലെറ്റ്സ് വാച്ച്. അതെ, കാണാം. മാർത്തക്ക് ഇതേ ഫേസ് കട്ടാ ശരിക്കും. എടാ ശരിക്കും. നീ ലൈറ്റ് ഓഫ് ചെയ്തേ? ഒരുമിച്ച് പറഞ്ഞു. ഞങ്ങൾക്ക് ഇതൊക്കെ ഉള്ളൂ. ഒരു സായിപ്പാർന്നല്ല. എടാ, ഞാൻ കാണുന്നതല്ലാണ് നിങ്ങൾ കാണുന്നേ. നമ്മളെ തന്നെ കാണുന്നേ. നമ്മളെത്തടെ കാണുന്നേ ശിവു? എനിക്ക് പേടിയാവണ്ട. നീ ലൈറ്റ് ഇട്ടേ. ഒന്നുകൂടെ ട്രൈ നോക്കടാ പ്ലീസ്. എടാ ലൈറ്റ് ഓൺ ആവുന്നില്ലടാ. ടിവി ഓഫ് ചെയ്ത്. റിമോട്ട് എവിടെ? ഓഫ് ചെയ്യേ. ഓഫ് ആവട്ടെ. ഇങ്ങോട്ട് ആകിട്. റിമോട്ട് വർക്ക്. ഇവിടെ മാത്രം പറ്റുന്ന എങ്ങനെ? എല്ലായിടത്തും ഉണ്ടോ? അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടടാ. നിങ്ങൾ ഇന്നലെ പേടിച്ച് പള്ളിമേടയിലായി കടന്നുറങ്ങിയേ. നമുക്ക് നോക്കാച്ചോ. നല്ല പിള്ളേരാ ജോണെ, വലിയ ജോലിയൊക്കെ രാജിവെച്ച് തുടങ്ങിയ ബിസിനസ്സാ. നീ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം. അല്ല ജോ, ഇന്നലെ ഉണ്ടായി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ വോൾട്ടേജ് ഫ്ലക്ച്വേഷനിൽ സംഭവിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഇപ്പോൾ മിക്ക ടി വിയിലും ഫ്രണ്ട് ക്യാമൊക്കെ ഇല്ലേ, അത് ചിലപ്പോൾ അറിയാതെ ഓണായി കിടന്നതായിരിക്കും. ഇത് അതൊന്നുമല്ല, ഇത് മൾട്ടിപ്പിൾ ആംഗിൾസ് ആയിരുന്നു. മോളിന്നും താഴേന്നും സൈഡിന്നും ഒക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തു. അല്ല, ഈ മെന്റലിസം കൊണ്ട് പ്രേതത്തെ ഒഴിപ്പിക്കാൻ പറ്റുമോ? ജോണിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും. എന്നെ കൊണ്ട് പറ്റുന്നത് റിസോർട്ടിൽ വെച്ച് നിങ്ങൾ കണ്ടതല്ലേ. ചില ആളുകൾക്ക് കർത്താവ് അറിഞ്ഞ് ചില ഗിഫ്റ്റ് കൊടുക്കും. ഹി ഹാസ് ദാറ്റ് ഗിഫ്റ്റ്. വാ, നമ്മളിനി ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുക്കണോ? ആ ഗിഫ്റ്റ് അല്ലടാ പൊട്ട, പിന്നെ കർത്താവിന്റെ കരസ്പർശം. സ്തുതിയുണ്ടോ? ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മൊത്തത്തിൽ ഇവിടെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ മേരി. മെഡിറ്റേഷൻ, ബാർബിക്യൂ, ചിക്കൻ, ഗുഡ് ഗുഡ്. ഒക്കെ ഇവന്റെ പരിപാടിയാണ് അച്ചോ. ആഹാ, നീ ടൗണിലേക്ക് വരുന്നില്ലേ? പണി വന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ കണ്ടു എന്ന് പറയുന്ന സംഭവത്തെ പേടിക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ്.
പേടിക്കാതെ പിന്നെ ഞങ്ങൾ അതിനെ പിടിച്ച് ഉമ്മ വെക്കണോ? ഞാൻ പറയട്ടെ. ഫോർ എക്സാമ്പിൾ, ഡെന്നി മരിച്ചെന്ന് വിചാരിക്കുക. വിചാരിച്ചു. തെണ്ടി. വെറുതെ വിചാരിച്ചാൽ മതി. ഹാ. ഡെന്നി ജീവിച്ചിരിക്കുമ്പോൾ എത്ര ബുദ്ധിയുണ്ടോ എത്ര ശക്തിയുണ്ടോ അതിൻ്റെ 10-1 പോലും ബുദ്ധിയും ശക്തിയും ഉണ്ടാവില്ല ഡെന്നിയുടെ പ്രേതത്തിൽ. അപ്പൊ കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. ആ അത് പറഞ്ഞപ്പോഴാ ഓർത്തെ, നമ്മൾ പ്ലാന്റർ കുറിയിച്ചപ്പോൾ എന്നാ പറയുന്നത് ജോണേ? കുഴപ്പമൊന്നുമില്ല. ഇന്നലെ പുള്ളിയുടെ കൊച്ചുമൻ്റെ മാമോദിസയായിരുന്നു. അതൊക്കെ കൂടിയിട്ട് പുള്ളി വൈകുന്നേരം കൂടി വന്നത്. പാപം, ഇനിയുള്ള കാലമെങ്കിലും അങ്ങേര് സമാധാനമായി നടക്കട്ടെ കർത്താവേ. പിള്ളേരൊന്നും ശരിയല്ല, ഒക്കെ വിറ്റുമുടിപ്പിക്കുന്നു എന്ന പുള്ളിയുടെ പരാതി. ആ ഈ കുരിയച്ചന് നിനക്ക് അറിയടാ ഡെന്നി, നമ്മളെ പ്ലാന്റർ കുരിയച്ചൻ കുരിശുമൂട്ടിലെ ഇവന്റെ അപ്പന്റെ വലിയ ഫ്രണ്ടാ കക്ഷി. കുരിശുമൂട്ടിലെ കുരിയച്ചൻ നിങ്ങൾ 6 മാസം മുമ്പ് കാർ ആക്സിഡന്റ് മരിച്ചതല്ലേ? അതെ, അൺഎക്സ്പെക്റ്റഡ് ഡെത്ത്. ഒരു വിൽപത്രം പോലും എഴുതി വെക്കാൻ സാധിച്ചില്ല. പിന്നെ ഇവൻ ഇടപെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയാക്കിയത്. എങ്ങനെ ശരിയാക്കിയത്? 6 മാസം മുമ്പ് മരിച്ച കുരിയച്ചൻ നിങ്ങൾ എങ്ങനെ ഇന്നലെ പള്ളിയിൽ മാമോദിസ കൂടിയിട്ട് ഇവിടെ നിങ്ങളടുത്ത് വന്നു? പോയവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഡെന്നി. നിങ്ങൾ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കരുത്. ഞാൻ മൂത്രം ഒഴിച്ചിട്ട് 2 ദിവസമായി. ഇവിടെ ഒഴിക്കരുത് കേട്ടോ. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിൽ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല എന്നുള്ളത്. നിങ്ങളിപ്പോൾ രാവിലെ എന്താ ചെയ്തത്? പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, ഇപ്പം എന്നെ കാണാൻ വേണ്ടി വന്നു. ഇന്ന റിസോർട്ടിൽ കാര്യങ്ങളുണ്ടാവും, അതുപോലെ അവർക്കും കാര്യങ്ങളുണ്ടാവില്ലേ? അവരും ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾ കണ്ട പോലത്തെ എന്തെങ്കിലും സിഗ്നൽസ് കാണിച്ചെന്നിരിക്കും. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ എന്ന് എത്ര ഈസി ആയിട്ടാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ പറയുന്നത് പ്രേതം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പല്ലേച്ച് കല്യാണം കൂടാൻ പോകുന്നാണോ? ആത്മാവ്, പ്രേതം, പിശാച്, അതിനങ്ങനെയൊന്നുമല്ല. ഒരു തോട്ടൊന്ന് വിളിക്കാൻ എനിക്കിഷ്ടം. നമ്മളൊക്കെ പോയാലും ദ തോട്ട് റിമൈൻസ്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും. പിന്നെ ഗുരുവായൂരപ്പൻ. എങ്കിൽ ഇതിലും വിശ്വസിച്ചാൽ മതിയാവും. ഒറ്റ നോട്ടത്തിൽ എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ ഡോൺ? അല്ല ബോൺ ബോസ്കോ. ഞാൻ നിങ്ങൾ എന്താ വിളിക്കണ്ടേ? എന്ത് വേണമെങ്കിലും വിളിച്ചാൽ മതി. തെറി വിളിച്ചോട്ടെ. മുഖത്തേക്കാണ്. ആ നോക്കടാ, സേതുരാമയ്യർ അതേ നടത്തല്ലേ. സാറേ, ഒരു ഡോൾഫിൻ ചത്തു വന്നിട്ടുണ്ട്. എടുത്ത് മുറിച്ച് ഫ്രൈ ആക്കിയിട്ട് സായിപ്പന്മാർ കൊടുക്കട്ടെ? ആ ഒന്നും വേണ്ട, നീ ചെല്ല്. ഇതാരാ? അവരോട് ചോദിക്കുന്നത് എന്നോട് ചോദിച്ചാൽ പോരെ? എൻ്റെ വായിൽ നാക്കിൽ കിടക്കുന്നത്. ആള് ഭയങ്കര സ്മാർട്ടാണല്ലോ. എന്താ പേര്? യേശു. ആദ്യമായിട്ടാ ഇത്രയും സുന്ദരനായ ഒരു യേശുവിനെ ഇത്ര അടുത്ത് കാണുന്നത്. ഈ ഉപ്പേറ്റടിച്ചിട്ടാണ് സാറേ, നല്ല പൂമ്പഴം പോലെ ഇരുന്ന ചെയ്യാൻ. ആ ഇപ്പൊ പുഴുങ്ങിയ പഴം പോലെ. ഇതെന്താ? ഇത് ചിക്കൻ കബൂർ കഴിക്കണം സാറേ, കഴിക്കണ്ട. ഇതൊക്കെ എടുത്തുകൊണ്ട് വരുന്നതിന് മുമ്പ് കൈയൊക്കെ വാഷ് ചെയ്തിരുന്നു? പിന്നെ അതെന്താ അങ്ങനെ ചോദിച്ചു? ഇല്ല, ഞാൻ പറഞ്ഞ സത്യമല്ലേ, കൈ കഴുകിയില്ല. ശരിയാ. ഡാ അത് ഞാൻ പോണ വഴിക്ക് സ്വിമ്മിംഗ് പൂളിൽ കഴിയിട്ട് പോകുള്ളൂ. അതുപോലെ യേശു രാവിലെ അപ്പിട്ടിരുന്നു? പിന്നെ ഇട്ടു കുറച്ച്. എന്താ ഞാൻ അപ്പിട്ടെന്ന് പറയാൻ വേണ്ടി നിങ്ങളുടെ പുറകെ വന്നിട്ടുണ്ടായോ? ഞാൻ ഇടാൻ നോക്കിയാൽ പോകണ്ടേ? അതങ്ങനെ ഇവിടുത്തെ പ്രശ്നമല്ലേ കഴിക്കണത്? എന്നെങ്ങനെയും